നമസ്കാരം. നമ്മൾ സ്പിരിച്വൽ അനാറ്റമി കണ്ടിന്യൂ ചെയ്യാണ്. ഹിന്ദിയിലും പറയാം. हम स्पिरिचुअल अनाटमी സെഷൻ കണ്ടിന്യൂ കറേ. അപ്പോൾ നമ്മൾ പോയിൻ്റ് 6 ആജ്ഞാ ചക്രത്തിലാണ് ഇപ്പോൾ. അപ്പോൾ പോയിൻ്റ് 6 എന്ന് പറയുമ്പോൾ രണ്ട് കണ്ണുകളുടെ പുരികങ്ങളുടെ നടുവിൽ ആജ്ഞാചക്രം. ഇത് പവർ ഡിസ്ട്രിബ്യൂഷൻ പോയിൻ്റാണ്. ഈ ആജ്ഞാചക്ര ശക്തി കാ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ. നമുക്കെല്ലാ ശക്തിയും വരുന്നത് മുകളിൽ നിന്നാണ്. അതായത് നമ്മുടെ മനസ്സിലൂടെയാണ് നമ്മുടെ ശക്തിയെല്ലാം വരുന്നത്. ഹമാരി സബി ശക്തി മനസ്സേ ആത്തിയെ. മനസ്സിലേക്ക് എവിടെയാണ് ശക്തി വരുന്നത്? മനസ്സിൽ നിന്ന് ശക്തി വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വരൻ നിന്നാണ്. ഹമാരെ അന്തർ ജോ ഭഗവാനെ സ്രോതസ് ഉസ്സേ ഹമാരി സബി ശക്തി ആത്തി. ആ ശക്തി ഒഴുകി വരുന്നത് പവർ പോയിൻ്റാണ്. പവർ പോയിൻറ്റിൽ എത്തുമ്പോഴാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട്. പവർ ഹൗസ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾക്ക് പവർ ഹൗസ് ഇല്ലേ, എല്ലാ സ്ഥലത്തേക്കും ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ പവർ ഹൗസാണ്. ये जो 6th पॉइंट है, सभी जो पिंड प्रदेश में पावर डिस्ट्रीब्यूट करता है. पिंड प्रदेश എന്ന് പറഞ്ഞാൽ ഹൃദയമണ്ഡലം. ഹൃദയമണ്ഡലത്തിലേക്ക് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു പറഞ്ഞാൽ പവർ മാറ്ററായിട്ട് മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പോയിന്റിന് താഴെ ഈ എനർജി मैटराइट मारना. इस 6 पॉइंट के नीचे ये जो एनर्जी है मैटर बन जाता है. जैसे आल्बर्ट आइंस्टीन बोलते हैं एनर्जी कैन बी कन्वर्टेड इन मैटर. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് മാറ്റർ, അതായത് ഒരു എലിമെൻറ്റ്, ഒരു വസ്തു ലൈറ്റിൻ്റെ വേഗതയുടെ സ്ക്വയറിൽ mc². ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. മാറ്റർ ഇത് സി എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന് സ്പീഡ്. ഈ സി മാനെ ലൈറ്റ് കാ സ്പീഡ്. അതിൻ്റെ ഇപ്പോൾ 3 लाख मीटर पर सेकंड, 3 लाख × 3 लाख मीटर पर सेकंड സ്പീഡിൽ ഒരു വസ്തു ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എനർജിയായിട്ട് മാറും, അത് ശക്തിയായിട്ട് മാറും. അപ്പോൾ ആ എനർജി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എനർജിയുടെ സ്പീഡ് കുറയുമ്പോൾ മാറ്റർ ആവുന്നു. മനസ്സിലായില്ലേ? എനർജി ശക്തി കുറയുമ്പോൾ അത് മാറ്ററായിട്ട് മാറും. അപ്പോൾ ഈ മാറ്ററായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളാണ്. ആദ്യം 5ാമത്തെ പോയിൻ്റ് എയർ, അഗ്നി, വാട്ടർ അഗ്നി, പിന്നെ ഈതർ എലിമെൻറ്റ്, പിന്നെ എർത്ത്. അങ്ങനെയാണ് പിണ്ടപ്രദേശ്. അപ്പോൾ ഇത്രയും ഭാഗത്തിന് പിണ്ടപ്രദേശ് എന്ന് പറയുന്നത്. പിണ്ടപ്രദേശ് എന്ന് പറയുന്നത് ഹാർട്ട് റീജിയൻ. ഇസ്കോ പിണ്ടപ്രദേശ് പോലത്തെ. അപ്പോൾ ഈ പിണ്ടപ്രദേശത്തു നിന്നുള്ള പിന്നെയുള്ള മൂവ്മെൻറ്റ് നമ്മൾ എനർജിയിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഇവിടെ എത്തുമ്പോൾ ഇതിനെ നമ്മൾ പോയിൻ്റ് 6 പറയുന്നത് ബ്രഹ്മാണ്ഡ മണ്ഡലം എന്നാണ്. ബ്രഹ്മാണ്ഡ മണ്ഡൽ മനസ്സിൻ്റെ ആദ്യത്തെ മണ്ഡലമാണ്. മനസ്സ് അവിടെ നിന്നാണ് താഴേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മുകളിലേക്ക് നമ്മുടെ സ്വപ്നാവസ്ഥ, സബ്ജക്റ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, നമ്മുടെ ഉള്ളിലേക്കുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് മനസ്സിൻ്റെ ഉള്ളിലാണ്, അല്ലേ? जो हमारे अंदर जो फीलिंग्स होता है, അനുഭവം होता है, वो മനസ്സ് की होता है. ആ ഒരു പുറത്തേക്ക് മനസ്സിലെ പ്രവൃത്തികൾ പ്രകടിപ്പിക്കുന്നതാണ് പിണ്ടപ്രദേശം, ഓബ്ജക്റ്റീവ്. അപ്പോൾ ഇതിനെ സബ്ജക്റ്റീവ് ഇവിടെ ഓബ്ജക്റ്റീവ് എന്ന് പറയാം. ഓബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ സെൻസറി ഓർഗൻസിൻ്റെ ഇന്ദ്രിയ തലത്തിലുള്ള കാര്യം. നമുക്ക് ഓബ്ജക്റ്റീവിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വെയിറ്റ്, ഹൈറ്റ്, അളവ്. മനസ്സിലായില്ലേ? അളക്കാൻ പറ്റുന്നതിനൊക്കെ ഓബ്ജക്റ്റീവ് എന്ന്. നമുക്ക് കുച്ച് ബി ഹം മെഷർ കർ സക്തേ ഉസ്കോ ഓബ്ജക്റ്റീവ് പോലത്തെ. നമ്മളൊരു വസ്തുവിനെ കണ്ടിട്ട് അതിൻ്റെ രൂപം ഇത്രയുണ്ട്, സൈസ് ഇത്രയുണ്ട്, വലിപ്പം ഇത്രയുണ്ട്, ബ്രൈറ്റ്നസ് ഇത്രയുണ്ട്, ഇങ്ങനെ പറയില്ലേ? ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ്, വോൾട്ടേജ് ഇത്ര, ഇതൊക്കെ അളക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഓബ്ജക്റ്റീവ് എന്ന് പറയും. അളക്കാൻ പറ്റാത്തതിനെ സബ്ജക്റ്റീവ്. നമുക്ക് അളക്കാൻ പറ്റില്ല. സ്നേഹം അളക്കാൻ പറ്റുമോ? हम जो मेഷർ नहीं कर सकते उसको സബ്ജക്റ്റീവ് बोलते हैं. मुझे विश्वास है, എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസം എത്ര ഉണ്ടെന്ന് അതിനെ കാണിച്ചു കൊടുക്കാം. ത്രാസിലിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും? പറ്റില്ല. പേടിയുണ്ട്, മേരെ പക്ഷേ ഭയം മെഷർ ചെയ്ത് കാണിക്കാൻ പറ്റും. ഭയ മെഷർ കർ സക്തേ. അപ്പോൾ അതാണ് സബ്ജക്റ്റീവ് വേൾഡ്. അപ്പോൾ ഇവിടെ മനസ്സിൻ്റെ മണ്ഡലത്തിൽ എത്തുമ്പോഴേക്കും അനുഭവത്തിൻ്റെ മണ്ഡലങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇതുവരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ മാറ്ററിലേക്കുള്ള അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ടാക്കണം. മനസ്സ് എനർജിയായി, എനർജി പഞ്ചഭൂതങ്ങളായി. മൻഹി എനർജി പഞ്ചാത്തിയെ, മൻഹി പഞ്ചഭൂത് പഞ്ചാത്തെ. പഞ്ചഭൂതങ്ങളായി മാറുമ്പോൾ മനസ്സ് അതിൽ കുടുങ്ങിപ്പോവാണ്, നമ്മുടെ ശക്തികളതിൽ കുടുങ്ങിപ്പോവാണ്.
അതിന് നമ്മൾ വിഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. ക്രമേണ നമ്മൾക്ക് ശക്തി വരണം എന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു വസ്തു ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യത്തിനോട് വളരെയധികം അറ്റാച്ച്ഡാണെങ്കിൽ നമ്മുടെ ശക്തി പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജब हम कोई काम करते हैं उसमें इतना बहुत अटैच है तो हम वीक हो जाते. അപ്പോൾ കുട്ടി, നമ്മൾ കുട്ടീനെ പഠിപ്പിക്കണം എന്ന് വിചാരിക്കണം, കുട്ടി അത്ര അറ്റാച്ച്ഡ്, കുട്ടി മോശമായി കഴിഞ്ഞാൽ നമുക്ക് സങ്കടവും ക്ഷീണിക്കും, നമുക്ക് പിന്നെ സഹായിക്കാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ നമ്മുടെ സ്വന്തം ആൾ വയ്യാണ്ട്, അച്ഛനും അമ്മയും വയ്യാണ്ട് കിടക്കുമ്പോൾ നമുക്ക് വയ്യ, എനിക്ക് സഹായിക്കാൻ പറ്റില്ല, വേറെ ആൾ എന്നെ സഹായിക്കും, കാരണം എൻ്റെ ശക്തി പോയി, കാരണം ഞാൻ അറ്റാച്ച്ഡാണ്, അപ്പോൾ എൻ്റെ ശക്തി കുറയുന്നു. അപ്പോൾ അതുപോലെ അതൊന്ന് നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ടേ മാറും. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാൻ സബീ സമയം പൂരാത്തര കാം കർ സക്തേ ജബ് ഹം അറ്റാച്ച്. അപ്പോൾ അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അറ്റാച്ച്മെൻറ്റിനെ സ്നേഹമാക്കി മാറ്റുക. ജോ ഹമാര അറ്റാച്ച്മെൻറ്റ് മമത, അതിനെ സ്നേഹമാക്കി മാറ്റുക, അതാണ് ഈ യാത്ര. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിൻറ്റ്സാണ് എ പോയിൻ്റ്, ബി പോയിൻ്റ് എന്ന് പറയുന്നത്. എ ബി എന്ന് 2 പോയിൻറ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചില്ല. എ പോയിൻറ്റ്, ബി പോയിൻറ്റ് അറിയാമല്ലോ. എ പോയിൻറ്റ് മറ്റേ ബി പോയിൻറ്റ് ക്ലീനിങ്, സി ഡി, എ ബി സി ഡി, സി ഡി, ഡി എന്ന് പറയുന്നത് ഗിൽട്ട് പോയിൻ്റ്. അപ്പോൾ അവിടെയുള്ള ശരിക്കുള്ള ശുദ്ധീകരണം സംഭവിക്കുമ്പോൾ നമ്മൾ ക്രമേണ മനസ്സ് ഉയർന്നു വരികയാണ്. എന്നിട്ട് നമുക്ക് 6th പോയിൻറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്, അപ്പോൾ ഇത് കറക്റ്റ് പോയിൻ്റ് അല്ല എഴുതിയിരിക്കുന്നത്, ഞാൻ മനസ്സിലാൻ വേണ്ടി എ ബി സി ഡി എന്ന് പറഞ്ഞു മാത്രം. അപ്പോൾ പോയിൻ്റ് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളതിനെ കറക്റ്റ് ശുദ്ധീകരണത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ യാത്ര ഇത് റൈറ്റ് ഡയറക്ഷനിലാവും. നമ്മൾ ശരിക്കും ജ്ഞാനത്തിലൂടെ യാത്ര ചെയ്ത് 6th പോയിന്റിലെത്തും. हम सच्चे ज्ञान में 6th पॉइंट में जाते हैं, जब हम प्यूरिफाई करके सफाई करके नॉलेज में जाते हैं. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അങ്ങനെ 6ാമത്തെ പോയിൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പുനർജന്മമില്ല. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. 6ാമത്തെ പോയിൻ്റ് നമ്മൾ ശരിക്കും നോളജിലെത്തിയാൽ പിന്നെ ഈ ഭൂമിയിൽ ജനിക്കേണ്ട ആവശ്യം, അതിനാണ് മോക്ഷം എന്ന് പറയും. ആ മോക്ഷം എന്ന് പറയുന്നത് 6th പോയിന്റിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ ജനിക്കേണ്ട ആവശ്യമില്ല, ജനിക്കേണ്ടെന്നില്ല. ഇപ്പം ജനിക്കുമ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ ധൈര്യത്തോടെ പോവാം, പേടിയില്ല. അതാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ. ലിബറേറ്റഡ് സോൾസ് എന്ന് പറയും. അവർ ഭൂമിയിൽ ഇല്ല എന്ന് പറയില്ല, ഭൂമിയിൽ ജീവിക്കാം, പക്ഷേ ഇവിടെ അറ്റാച്ച്ഡ് അല്ല. അവർ ഇത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞാൽ ഉടനെ അവിടത്തേക്ക് തിരിച്ചു പോകാം. മനസ്സിലായില്ല? അതാണ് മോക്ഷം എന്ന് പറയാം. അതാണ് പിണ്ടപ്രദേശ്, ഈ ആജ്ഞാചക്രത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇതുവരെയുള്ള യാത്ര, വേറെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹൃദയമണ്ഡലത്തിൻ്റെ യാത്ര ആത്മൻ്റെ യാത്രയാണ്. ഓബ്ജക്റ്റീവ് ആത്മൻ, ആത്മന് അത്ത് പ്ലസ് മൻ, മൂവ്മെൻറ്റ് ആൻഡ് തിങ്കിങ്, അതാണ് ആത്മൻ. ഇവിടെയാണ് ആത്മൻ്റെ ഇൻഡിവിജ്വൽ സോൾ. യഹി ജോ പിണ്ടപ്രദേശ് മേ കാം കർത്താ ഹൈ ആത്മനെ. നമ്മൾ വർക്ക് ചെയ്താലേ ഇവോൾവ് ചെയ്യുള്ളൂ. നമുക്ക് പ്രവൃത്തികൾ ചെയ്യണം. ഇവിടെ ചെയ്യുന്നത് കർമ്മം ചെയ്യാതെ നമുക്ക് വളരാൻ സാധിക്കില്ല. ജബ് ഹം ഈ ഭൗതിക് ലോക് മേ ജീത്തെ ഹേ തബ് കർമ്മ കർണായി പെടുത്താൻ. അതുകൊണ്ടാണ് കർമ്മഭൂമി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല. ഞാനിങ്ങനെ കണ്ണടച്ചിട്ടിരുന്നിട്ട് ഞാൻ നന്നായി എന്ന് വെച്ചിട്ട് നന്നാവില്ല. നമുക്ക് ഇരുന്ന് ചെയ്താൽ മതിയോ? ഞാൻ ഇങ്ങനെ ഇരുന്ന് സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. ഞാൻ ഹോസ്പിറ്റൽ വലുതാക്കി, വീടുണ്ടാക്കി, സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. നമ്മളത് സാക്ഷാത്കരിക്കണം. അത് കണ്ടിട്ടേ നമുക്ക് മനസ്സിന് സമാധാനം വരുന്നു. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ പ്രവൃത്തിയിൽ കണ്ടാലേ നമ്മൾ സ്വപ്നത്തിൽ കണ്ടിട്ട് കാര്യമില്ല. ഉറക്കത്തിൽ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്, രാജാവായതും ധർമ്മക്കാരും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഭൂമിയിൽ വരുമ്പോൾ എന്താണ് അത് നമ്മൾ അനുഭവിച്ചാലേ യാത്ര. അതാണ് ആത്മൻ എന്ന് പറയുമ്പോൾ. മനസ്സിൻ്റെ ഉയർച്ച ആക്ഷനിലൂടെ, ആക്ഷൻ നോളജ് ബ്ലിസ്. ഇവിടുന്ന് കടന്നു കഴിയുമ്പോൾ നമ്മൾ 6th പോയിൻ്റ് കഴിയുമ്പോൾ പിന്നെ ആക്ഷനില്ല, പിന്നെ എക്സ്പാൻഷനാണ്. മനസ്സിൽ നമ്മളിപ്പോൾ സങ്കല്പിക്കും തോറും നമ്മൾ വലുതാവുന്നു. യസ്മേ ആക്ഷൻ ബാഹർ നയ്യേ ബ്രഹ്മാണ്ഡ മണ്ഡലമേ, എക്സ്പാൻഷൻ ഉള്ളിലാണ്. കാരണം ഞാൻ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞുതരാം. ഒരു ഇൻഡിവിജ്വൽ സോൾ, ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ ആത്മാവാണ് പിണ്ടപ്രദേശത്തിൽ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു സോള്, നിങ്ങളൊരു സോള്, നിങ്ങളൊരു സോൾ, ആത്മൻ വർക്ക് ചെയ്യണം. നമ്മൾ ആജ്ഞാചക്രത്തിലെത്തുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സോളും സംഗ്രഹിച്ച യൂണിവേഴ്സായി മാറുന്നു. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ ഈ യൂണിവേഴ്സ്, ലോകം. ഇപ്പം ഞാൻ എന്ന് പറയുമ്പോൾ സുനിൽ, സുനേഷ് അല്ലേ, രമ്യ, നിത അല്ലെങ്കിൽ രമ, ഇത്രയേ ഉള്ളൂ. പക്ഷേ എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ട് ഈ പിണ്ടപ്രദേശം കഴിയുമ്പോൾ ഞാൻ എന്നുള്ള വാക്ക് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രപഞ്ചം, യൂണിവേഴ്സാണ്. ജബ് മേ അഹം ബോൾത്താ ഹൂം തോ ഉസ്കാ മേ യൂണിവേഴ്സ് ബൻ ജാത്താ ഹൂം. അപ്പോൾ അഹം ബ്രഹ്മാസ്മി, അതാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളൊരു ചെയ്തു. ഞാൻ എന്നുള്ളത് പറയുമ്പോഴേക്കും ഈ യൂണിവേഴ്സിൻ്റെ ഓരോ കോണിലുള്ള അനുഭവം എൻ്റെ അനുഭവം. എൻ്റെ ശരീരത്തിൽ വേദനിച്ചാൽ എനിക്ക് വേദനിക്കും. മേരെ ശരീരം മേ ഏക് സ്പ്രിക് ഹോത്താ ഹൈ, മുझे
ദർദ് ഹോത്ത. അതുപോലെ അഹം ബ്രഹ്മാസ്മി, ഈ പ്രദേശത്ത് ഇപ്പോൾ പ്രപഞ്ചത്തിൽ എവിടെ ഉണ്ടായാലും എനിക്ക് എൻ്റെ ശരീരം ലോകം മുഴുവൻ വ്യാപിക്കുന്നു, പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നു. അപ്പോൾ ഒരു പ്രപഞ്ചം കഴിഞ്ഞു, ഇൻഡിവിജ്വൽ സോൾ എക്സ്പാൻഡ് ചെയ്ത ഒരു പ്രപഞ്ചം ഇവിടെ എത്തി, ഇന്ന് ഇവിടെ എത്തി. ഇനി ഇതുപോലെ കുറേ പ്രപഞ്ചങ്ങളുണ്ട്. ഐസായി ബഹുത് യൂണിവേഴ്സസായി ഇതിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. ഈ പ്രപഞ്ചം അടുത്ത പ്രപഞ്ചമായിട്ട് ജോയിൻ ചെയ്യണം. അതിനാണ് പരബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ പറയണം, അങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ പിന്നെ പ്രപഞ്ചങ്ങളായിട്ട് മാറുന്നു. മനസ്സിലായില്ല? അത്രയും കോൺഷ്യസ്നസ് വളർന്നു തന്നെ. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു ചിന്ത ചിന്തിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിനെ ബാധിക്കുന്നു, ഇല്ലേ? ഇപ്പം ഞാനൊരു ചിന്ത ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. मैं एक चिंता करता हूँ तो मेरे शरीर को यूज़ करता हूँ. जब ब्रह्मांड मंडल में एक आदमी चिंता करता है, എവിടെ ബാധിക്കുന്നത്? പ്രപഞ്ചത്തിനെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് ഭയങ്കര പവർഫുള്ളാണ് ഈ പവർ എനർജിയാണ്. അവർ ചിന്തിച്ച കാര്യങ്ങൾ ആ ശക്തി നടപ്പാക്കാൻ സാധിക്കും. ആ ഇതിനെ നക്ഷത്രത്തിന് ഇങ്ങോട്ട് മാറണം എന്നാണ് മാറും. ഇപ്പോൾ വിശ്വാമിത്രൻ കണ്ടില്ലേ, ത്രിശങ്കു സ്വർഗം ഉണ്ടാക്കി. ഇപ്പോൾ നക്ഷത്രങ്ങളെ അങ്ങോട്ടും ഇങ്ങനെ യൂണിവേഴ്സിലുള്ള വർക്കുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പോൾ അതിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ വീഴും. ഞാൻ അവിടെ തങ്ങി ഉദർ ഫസ്റ്റ് കയാത്തോ ഫിനിഷ്ഡ്, പിന്നെ അവിടെ തന്നെ നിൽക്കും. നമ്മൾ അവിടുന്ന് താഴേക്ക് വീഴില്ല, മുകളിലേക്കും പോകില്ല, അവിടെ കിടക്കും. മനസ്സിലായി? എന്നാണ് അവധൂതഗതി എന്ന് പറയും. അവധൂതഗതി. ഇതിന് അവധൂതഗതികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവധൂതം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ചുറ്റിക്കറങ്ങി പിന്നെ അങ്ങോട്ട് വരാൻ പറ്റില്ല. അവിടുന്ന് പിന്നെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്പാൻഷൻ ഇനിയും ചെയ്യാനുണ്ട്. ഞാൻ ഒരു തുള്ളി 2 തുള്ളിയായി 10 തുള്ളിയായി 15 തുള്ളിയായി 1000 തുള്ളിയായി, എന്നാലും ഞാൻ തുള്ളി തന്നെയാണ്, അല്ലേ? ഞാൻ കടലായി മാറണം. മേ 1 ബൂന്ത് 2 ബൂന്ത് 4 ബൂന്ത് 10 ബൂന്ത് एक बड़ा बूंद के. പക്ഷേ പിന്നെയും കടലായിട്ടില്ല, കടലിലേക്കാണ്. അപ്പോൾ കടലായിട്ട് മാറണം എന്നുള്ളൊരു തുള്ളിയുടെ ആഗ്രഹം. മേരെ एक बूंद का चिंता है कि मैं ഓഷ്യൻ ബൻ ജാവും. അപ്പോഴേ യാത്ര കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ആരാണ് ഓഷ്യൻ? കടൽ എന്താണ്? അതാണ് ഈശ്വരൻ. അതാണ് ഈശ്വരൻ. അപ്പോൾ ഈ ഇവിടെ എത്തുമ്പോഴുള്ള ഇവിടെയുള്ള കുറേ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഞാൻ മേ ബഹുത്ത് അഹങ്കാർ താ അബ് ഏക് യൂണിവേഴ്സ് കാ ബൻ ഗയാ. ഇനി ഇത് എൻ്റെ മാക്സിമം ആയിട്ടുള്ള ഐയിലേക്ക് എത്തണം. അതിനാണ് ഗോഡ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ എൻ്റെ സ്വഭാവം എന്താണ്? ഞാൻ ഈശ്വരനാണ്. അവിടെ എനിക്ക് ഞാൻ എന്നുള്ള, അപ്പോൾ അവിടേക്ക് ഞാൻ ഈ യാത്ര ചെയ്യാൻ പോകുന്നത് ഈ ചെറിയ ഞാനെന്നും ബൃഹത്തായിട്ടുള്ള ഞാനിൻ്റെ അപ്പുറം, ഞാൻ എന്ന് പറയാൻ പറ്റില്ല, സൂപ്പർ ഈഗോ എന്ന് പറയും. അപ്പോൾ ഈ ഒരു യാത്ര, അതാണ് നമ്മൾ ഈ ഐക്ക് ഹീ എന്ന് പറയും. നമ്മൾ ഈ എന്നുള്ള ഈ ഹൈ മേ ബടയ ഐക്കോ ഞാൻ എന്താ വിളിക്കുന്നത്? അദ്ദേഹം എന്ന് വിളിക്കുന്നു. എന്നെ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ എനിക്ക് ഹ്യൂമിലിറ്റി വരാൻ വേണ്ടി ഞാൻ അദ്ദേഹം, എനിക്കൊരു ഡിഫറൻസ് വേണ്ടേ? എനിക്ക് അങ്ങേ പോലെ അദ്ദേഹത്തെ പോലെ ആയി മാറണം. അതാണ് തത്വം അസി എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ പോലെ ആണ് എന്നുള്ള ചിന്ത. അപ്പോൾ അദ്ദേഹം എന്നുള്ള വാക്ക് ഞാൻ എനിക്ക് തന്നെ കൊടുക്കണം. എൻ്റെ ഏറ്റവും ഹയസ്റ്റ് തലത്തിന് ഞാൻ കൊടുക്കുന്ന പേരാണ്. അതുകൊണ്ട് 2 സെൽഫിന്, ഹയർ സെൽഫ്, ലോവർ സെൽഫ് എന്ന് പറയും. ഞാൻ ഇത് ലോവർ സെൽഫ്, അത് ഹയർ സെൽഫ്, രണ്ടും ഞാൻ തന്നെയാണ്. പക്ഷേ നമ്മൾ ഹ്യൂമിലിറ്റി ഇല്ലെങ്കിൽ അവിടെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഐ ആൻഡ് ഹി, ഐ ആൻഡ് ഹൗ, അദ്ദേഹം. അവിടെ അതാണ് ഈ ബ്രഹ്മാണ്ഡ മണ്ഡലം എത്തുമ്പോൾ പിന്നെ അങ്ങോട്ട് വേണ്ടത് എനിക്ക് അദ്ദേഹത്തെ പോലെ. എനിക്ക് താഴേക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഞാനായി കഴിഞ്ഞ് എനിക്ക് അദ്ദേഹത്തെ പോലെ ആയിത്തീരുന്നു. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവണ്ടേ? ഇസ്കോ ഭക്തി പോലത്തെ. ഇനി അങ്ങോട്ടുള്ള യാത്ര അദ്ദേഹത്തെ പോലെ. ആ അദ്ദേഹം എങ്ങനെയാണ്? ഈ അദ്ദേഹം ആരാണ്? ഈശ്വരൻ. നമുക്കറിയില്ല. അതുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേർന്ന ഒരു വ്യക്തി, നമ്മളെക്കാളും വലിയ ആളെ പോലെ ആവാനാണ് എപ്പോഴും ശ്രമിക്കുക, അല്ലേ? ഞാനിപ്പോൾ എൻ്റെ അച്ഛനെ പോലെ ആവാൻ നോക്കും. പിന്നെ കളിക്കാരനാകുമ്പോൾ ഒരു വലിയ കളിക്കാരനെ പോലെ ആവാൻ നോക്കും. मैं इस तरफ से बढ़ने के लिए दूसरे एक आदमी को देखता हूँ और वो जैसा बनना चाहता हूँ, അല്ലേ? പാട്ടുകാരനാവണമെങ്കിൽ വലിയൊരു പാട്ടുകാരനെ നോക്കും. ആ പാട്ടുകാരനെ പോലെ ആവണം. അതുപോലെ ഇതിൻ്റെ എല്ലാം അപ്പുറമുള്ള ഏറ്റവും വലിയ ക്രിയേറ്റർ പേഴ്സണാലിറ്റിയിൽ എത്തിച്ചേർന്ന ഒരാളെ നമ്മൾ കാണണം. അതാണ് ലിവിങ് ഗുരു എന്ന് പറയുന്നത്. ഇസ്കോയി ലിവിങ് മാസ്റ്റർ പോലത്തെ നമ്മൾ കാണുന്ന, എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള വ്യക്തിത്വം എനിക്ക് അദ്ദേഹത്തെ പോലെ ആയിത്തന്നെ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം മാറാണ്. നമ്മുടെ ലക്ഷ്യം പിന്നെ എനിക്ക് വലുതാവണം എന്നല്ല, എനിക്ക് അദ്ദേഹത്തെ പോലെയാണ്. എനിക്ക് ഇവിടെ ഒന്നും, അപ്പോൾ എനിക്ക് മാസ്റ്റർ പോലെ ആയിത്തീരണം എന്നുള്ളത്, അതാണ് മാസ്റ്ററിൻ്റെ റോള്. ഈ മാസ്റ്റർ കാ റോൾ. നമ്മൾ ഭഗവാൻ എന്ന് വാക്ക് പറയുമ്പോൾ മാസ്റ്ററായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. ജബ് मैं ഭഗവാൻ ഗോഡ് बोलता हूँ तब മാസ്റ്റർ മേരെ സാമനെ आता है. അങ്ങനെയായി മാറും നമ്മൾ.
അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ മാസ്റ്റർ ആരാണ്, ദാജിയാണോ ചാരിജിയാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ തീരുമാനിക്കണം. मैं नहीं बोल सकता हूँ മാസ്റ്റർ കോനെ, ദാജിയും പറയില്ല ഞാനാണ് മാസ്റ്റർ എന്ന് പറയില്ല, ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ യാത്ര ഇനി അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് അവസാനം എക്സ്പാൻഷനും അവസാനിക്കും. ഇനി എത്ര വളർന്നാലും എനിക്ക് അദ്ദേഹത്തെ പോലെ ആയി തീരാൻ പറ്റില്ല എന്ന് മനസ്സിലാവും. ബടത്താ ബ്രഹ്മനാവും അങ്ങനെയൊക്കെ ആയാലും ഇനിയും ഒന്നും ആവാൻ പറ്റില്ല എന്നാൽ അവസാനം ഞാൻ കൊളാപ്സ് ചെയ്ത് അദ്ദേഹത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്യും. പൂർണ്ണമായിട്ടും ഞാൻ പോയിട്ട് വരെ എനിക്കാവാൻ പറ്റില്ല, ഞാൻ എത്ര ചെയ്യാലും അങ്ങനെ പോലെ ആവാൻ പറ്റില്ല എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ ശരണാഗതിയിലെത്തും. അതാണ് 9th പോയിന്റ്. നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് യാത്രയുടെ അടുത്ത ഘട്ടം. അപ്പോൾ ഈ 6th പോയിന്റിൽ അനുഭവിക്കുന്ന സ്വഭാവം എക്സ്പാൻഷനാണ്. എൻ്റെ ഉള്ളിലുള്ള ജബ് 6 പോയിന്റ് പहुंचता हूं मेरा अंदर जो मैं बड़ा होता जाता हूं, അസാമാന്യമായിട്ടുള്ള ശക്തികൾ പ്രകടമാവുക. നമ്മൾ തന്നെ വെളിച്ചമാണെന്ന് തോന്നുക. ബ്രൈറ്റ്നസ് കാണും, എല്ലായിടത്തും ബ്രൈറ്റ്നസ്. നമുക്ക് മറ്റേത് ഇടയ്ക്ക് അന്ധകാരം, ഇടയ്ക്ക് വെളിച്ചം കാണും. ഇവിടെ എത്തുമ്പോൾ അന്ധകാരമൊന്നുമില്ല, പ്രകാശം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ലോകത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഒരു പ്രോബ്ലം ഇല്ല. പേടിയില്ലാണ്ടായി മാറും, ഭയമില്ലാണ്ടായി മാറും, കറേജ് ഉണ്ടാവുന്നു, ഹ്യൂമിലിറ്റി ഉണ്ടാവുന്നു. അതൊക്കെ നമ്മുടെ ബ്രഹ്മാണ്ഡ മണ്ഡലിലെ സ്വഭാവങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 6th പോയിൻറ്റിൻ്റെ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ 6th പോയിൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എർത്തിൻ്റെ അതേ ക്വാളിറ്റിയാണ്. ഫസ്റ്റ് പോയിൻറ്റും 6th പോയിൻറ്റും ഒരുപോലെയാണ്. 6th പോയിൻറ്റ് വരെ ഫസ്റ്റ് പോയിൻ്റ് ക്വാളിറ്റി എന്താണ്? എർത്ത്, ഭൂമി. ഫസ്റ്റ് പോയിൻ്റ് ക്വാളിറ്റി സെൻറ്റർ ഭൂമി. 12 o'clock എന്താണ്? അതിൻ്റെ അടുത്ത എലിമെൻറ്റ് ആത്മ, ഈതർ. അതിൻ്റെ അടുത്തത് എന്തായിരിക്കും? ഫയർ. അതിൻ്റെ അടുത്ത് എന്തായിരിക്കും? നിങ്ങളതിന് പറയണം. വാട്ടർ. അതിൻ്റെ അടുത്തത് എന്തായിരിക്കും? എയർ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ അത് തന്നെയാണ് 6th പോയിന്റ്, സെയിം ക്വാളിറ്റിയാണ്. അപ്പോൾ അതിൽ കളേഴ്സ് ഉണ്ട്. നമ്മളിതൊരു കളേഴ്സിനെ പറ്റി പറഞ്ഞു. ഓരോ പോയിൻ്റ് ഒരു കളറുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് കളറ് യെല്ലോ ആണ്. അത് നമ്മൾ യെല്ലോ കാണണ്ട, യെല്ലോയിഷാണ് അതിൻ്റെ ടിഞ്ച്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ യെല്ലോയിഷ് ടിഞ്ച് നമുക്ക് അനുഭവപ്പെടും. അതാണ് അതേ ക്വാളിറ്റി തന്നെ 6th പോയിന്റ്. കുറച്ചുകൂടി ലൈറ്റായിട്ട രീതിയിലൊരു യെല്ലോയിഷ് ടിഞ്ചാണ് അതിൻ്റെ കളറ്. ഈതറിൻ്റെ കളർ റെഡാണ്, ചുവപ്പ്. അത് പിന്നെയും പറയാം. ഫയറിൻ്റെത് ബ്ലാക്ക്, ഇത് വൈറ്റ്, ഇത് ഗ്രീൻ. അങ്ങനെ കളേഴ്സ് നമ്മൾ ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എത്തുമ്പോൾ നമുക്കത് കണ്ണുകൊണ്ട് കാണില്ല, അനുഭവപ്പെടുന്നു. ആ കളറിൻ്റെ സ്വഭാവം നമ്മൾ അനുഭവപ്പെടുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 6th പോയിന്റിൽ നമ്മൾ എർത്ത് എലിമെൻറ്റ് ഇന്നലെ ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഈതർ എലിമെൻ്റാണ്. സെക്കൻഡ് പോയിൻറ്റിൻ്റെ ഫസ്റ്റ് പോയിൻ്റ്, അതായത് 6th പോയിൻറ്റിൻ്റെ ഈതർ എലിമെൻറ്റിനെ കുറിച്ചാണ് ഇന്ന് മെഡിറ്റേറ്റ്. आज हम 6th പോയിന്റ് में ഈതർ എലിമെൻറ്റ് തമ്മിലുള്ള ഹാർമണീനെ പറ്റിയാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. आँख बंद करके शांत होके बैठिए. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ഫസ്റ്റ് പോയിൻ്റിലാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. 6th പോയിൻ്റ് നമ്മൾ ഡയറക്റ്റ് മെഡിറ്റേറ്റ് ചെയ്യില്ല. ഫസ്റ്റ് പോയിൻ്റിൽ മെഡിറ്റേറ്റ് ചെയ്യും. 6th പോയിൻറ്റിലേക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യും, ശ്രദ്ധ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ 6th പോയിൻ്റ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ മെഡിറ്റേഷൻ തുടങ്ങുക. हृदय में स्थित दिव्य प्रकाश का स्रोत मन को आकर्षित करते हुए महसूस कीजिए. उस दिव्य प्रकाश में ध्यान आरंभ कीजिए. ആ ദിവ്യ പ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. ആദ്യം ശുദ്ധീകരണമാണ്.
ഫസ്റ്റ് പോയിൻ്റ് എർത്ത് പോയിൻറ്റിൻ്റെ സെൻറ്ററിൽ എർത്ത് എലിമെൻ്റാണ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നത് അനുഭവിക്കും. ഫസ്റ്റ് പോയിൻ്റ് के सेंटर में अर्थ एलिमेंट है और सफाई हो रही है. അപ്പോൾ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് 6 പോയിൻറ്റിലേക്കാണ്. 6 പോയിൻ്റ് ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മൾ ശുദ്ധീകരണം നടത്തുകയാണ്. इनी सेकेंड पॉइंट अर्थ एलिमेंट 9 o'clock पोजीशन. सेकेंड पॉइंट में अर्थ एलिमेंट 9 o'clock पोजीशन में है, सफाई हो रही है. अटेंशन 6 പോയിൻറ്റിൻ്റെ തലത്തേക്ക് കൊടുക്കണം. ഇനി തേർഡ് പോയിൻ്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് അപ്പർ പാർട്ട്. അവിടെ ഫയർ എലിമെൻ്റ് ആണ് ഉള്ളത്, ഫയർ പോയിൻ്റ് ആണ്. അവിടെ 6 o'clock പൊസിഷനിലാണ് अर्थ एलिमेंट. थर्ड पॉइंट छाती के लेफ्ट साइड के अपर पार्ट, उधर 6 o'clock पोजिशन में अर्थ एलिमेंट है. അവിടെ ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കും. ഇനി ഫോർത്ത് പോയിൻ്റ് വാട്ടർ പോയിൻ്റാണ്. അവിടെ 3 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. ഫോർത്ത് പോയിൻ്റ് റൈറ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് അപ്പർ पार्ट. फोर्थ पॉइंट राइट साइड छाती के अपर पार्ट में है. उधर 3 o'clock पोजिशन में अर्थ एलिमेंट है. उधर सफाई हो रही है. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ശ്രദ്ധ 6 പോയിൻറ്റിലേക്ക് കൊടുക്കണം. ഇനി ഫിഫ്ത്ത് പോയിൻ്റ് എയർ എലിമെൻ്റ്, എയർ പോയിൻ്റാണ്. അവിടെ 12 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. കഴുത്തിൻ്റെ ലോവർ പാർട്ടിലാണ് ഫിഫ്ത്ത് പോയിൻ്റ്. गर्दन के नीचे का भाग में है फिफ्थ पॉइंट. वो वायु चक्र है. उधर 12 o'clock പൊസിഷൻ में है എർത്ത് എലിമെൻറ്റ്. അവിടെ ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കും. അപ്പോൾ നമ്മൾ 6 പോയിൻ്റ് ശുദ്ധീകരണം കംപ്ലീറ്റായി. ഇനി ഫസ്റ്റ് പോയിൻറ്റിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ തിരിച്ചു വരും. എപ്പോഴും നമ്മൾ അറ്റൻറ്റീവ് ആവുന്നത് 6th പോയിൻറ്റിലേക്കാണ്. फर्स्ट पॉइंट सेंटर लेके वरू. अभी फर्स्ट पॉइंट के सेंटर में वापस आ जाइए. श्रद्धा 6 पॉइंट की तरफ रखिए. ഇന്ന് നമ്മൾ എർത്ത് എലിമെൻറ്റ്, ഫസ്റ്റ് പോയിൻ്റ് എർത്ത് എലിമെൻറ്റും ഫസ്റ്റ് പോയിൻറ്റിൻ്റെ ഈതർ എലിമെൻറ്റും തമ്മിലുള്ള ഹാർമണി, അതാണ് നമ്മളിന്ന് मेडिटेट ചെയ്യുന്നത്. आज हम अर्थ एलिमेंट और ईदर एलिमेंट फर्स्ट पॉइंट में हम मेडिटेट करेंगे और 6th पॉइंट में हमारा अटेंशन रखेंगे. അപ്പോൾ എർത്ത് പോയിൻ്റിൻ്റെ സ്വഭാവങ്ങളായിട്ടുള്ള പേഷ്യൻസ്, ക്ഷമ, സംതൃപ്തി, അതും ഈതർ പോയിൻ്റ് അല്ലെങ്കിൽ ആത്മാ എലിമെൻറ്റിൻ്റെ സ്വഭാവമായിട്ടുള്ള ശാന്തി, सेटलनेस, फर्स्ट पॉइंट के अर्थ एलिमेंट के क्वालिटीज़ है जो संतृप्ति है, कंटेनमेंट, क्षमा है, और ईदर एलिमेंट के क्वालिटीज़ जो शांति है और सेटल्ड അവസ്ഥ, ഇവ രണ്ടും തമ്മിലുള്ള ഹാർമണി സംഭവിക്കുകയാണ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ധ്യാനം ആരംഭിക്കും. ये क्वालिटीज़, ये जो क्वालिटीज़ है वो सब हारमोनी में आ रही है. ऐसे संकल्प करते हुए ध्यान आरंभ कीजिए. अपना श्रद्धा 6 पॉइंट में रखिए. श्रद्धा 6 പോയിൻറ്റിലാണ് വേണ്ടത്. അവിടെയാണ് ഈ ഹാർമണൈസേഷൻ സംഭവിക്കുന്നത്. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ.
ഓക്കെ, മാസ്റ്ററുടെ അനുഗ്രഹത്താൽ ലഭിച്ചിട്ടുള്ള ക്വാളിറ്റീസ് മാസ്റ്റർ തന്നെ പ്രവൃത്തികൾക്കായിട്ട് ഉപയുക്തമാവും, മാസ്റ്റർ സേവനത്തിനായി ഉപയുക്തമാവും എന്നുള്ള സങ്കല്പത്തിൽ കണ്ണു തുറക്കൂ. ये जो क्वालिटीज़ आज हासिल किया है वो मास्टर की ही सेवा में उपयुक्त होगा. അപ്പോൾ നമ്മുടെ ലക്ഷ്യം അദ്ദേഹത്തെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. ഹമാരാ ലക്ഷ്യ മാസ്റ്റർ ജൈസാ ബന്നാ ഹൈ, ഇത് ഉറപ്പ് വേണം. പതുക്കെ കണ്ണുകൾ തുറക്കൂ.